നമസ്കാരം. എന്തൊക്കെയായിരുന്നു കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ശ്രീ കൃഷ്ണകുമാറിനെതിരെ പടച്ചു വിട്ടിരുന്നത്? പാലക്കാട് കൗൺസിലർമാർ അവരുടെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടവർക്ക് കൊടുത്ത തക്കതായ ചെകിടത്തടിയാണ് ഇന്നലെ കണ്ട ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിൽ കണ്ടത്. 28 കൗൺസിലർമാരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ ഇറങ്ങി നടന്നതും ഓട്ടപ്രതിച്ചതും ഇവിടുത്തെ മലയാള മാധ്യമക്കാരുടെ ചെകിടത്തല്ല, അവരുടെ മനസ്സിൽ മാത്രമല്ല, ഇനി ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയോ പ്രത്യേകിച്ച് കൗൺസിലർമാരെയോ സജീവമായി പ്രവർത്തിക്കുന്നവരെയോ വിലയ്ക്ക് വാങ്ങാമെന്നുള്ള മോഹവുമായി കോൺഗ്രസ്സുകാർ നടക്കുന്നുണ്ടെങ്കിൽ അതിനി നടപ്പില്ല. ഒരിക്കൽ പോലും ഇനി ആ മോഹം നിങ്ങൾ വെച്ചു പുലർത്തണ്ട എന്നുള്ളത് കാണിച്ചു കൊടുത്തു തന്നെയാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരും അജയനുമൊക്കെ, പ്രിയ അജയനുമൊക്കെ കൃഷ്ണകുമാർജിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ജാഥ നയിച്ചത്. ഇതൊക്കെ ഈ സന്ദീപ് വാര്യർ ഒന്ന് കാണണം. പഴയ SFIക്കാരനായിരുന്ന സന്ദീപ് വാര്യരെ പെരിന്തൽമണ്ണ കോളേജിൽ പഠിക്കുമ്പോൾ SFI ABPയുടെ യൂണിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് SFIക്ക് വേണ്ടി പ്രവർത്തിച്ച സന്ദീപ് വാര്യർ പിന്നീട് എങ്ങനെയൊക്കെ പാർട്ടിയിൽ വരികയും ചില കുറേ അദ്വാനിയുടെയും വാജ്പേയിയുടെയും ഒക്കെ പ്രസംഗം കേട്ടെടുത്താൻ ഈ BJPയുടെ ആശയത്തിൽ വന്നത് നോക്കിയാണ് അദ്ദേഹത്തിൻ്റെ ചില വചനങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇനി ഒരു സന്ദീപ് വാര്യർ ഉണ്ടാവില്ല എന്ന് പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ RSS നിശ്ചയിച്ചിട്ടുണ്ട്. വാര്യർ BJPയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഷ്ട്രദ്രോഹികളായ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഇവിടുത്തെ ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ കണ്ടത്, ഉറങ്ങിക്കിടന്നിരുന്നു എന്ന് ഇവിടെ മാധ്യമങ്ങൾ വിശ്വസിച്ചിരുന്ന, പ്രതിപക്ഷങ്ങൾ വിശ്വസിച്ചിരുന്ന RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ പ്രവർത്തകർ അങ്ങ് എഴുന്നേറ്റു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടുകൂടി പാലക്കാട് എല്ലാ സംഘപ്രവർത്തകരും എല്ലാ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും ഒക്കെ സടകൊടഞ്ഞ് എഴുന്നേറ്റു. കാരണം ഇനി നമ്മൾ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഇനി നമ്മൾ തോറ്റുകൊടുക്കാനല്ല ഈ മത്സരമെന്നും മുൻകൂട്ടി കണ്ടിട്ട് തീർച്ചയായും അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. പാലക്കാട് നഗരസഭ മാത്രമല്ല, ചുറ്റുവട്ടം നടക്കുന്ന കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരിയാരിയിലെയും പ്രവർത്തകർ സജീവമായി. അവിടെ കിടന്ന കൊട്ടിക്കലാശങ്ങളിൽ പിരിയാരി, കണ്ണാടി, അതുപോലെ തന്നെ മാത്തൂർ ഭാഗങ്ങളിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ ഏകദേശം 1200ഓളം ബൈക്കുകൾ ആ പഞ്ചായത്തിൽ നിന്ന് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തുകൊള്ളുക, ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൃത്യമായ ഇടപെടലുകൾ ഈ ഇലക്ഷനിൽ ഈ കേരളം കാണാവുന്നതാണ്. ഒരു ഹരിയാന ഇവിടെ ആവർത്തിക്കും. നിങ്ങളൊക്കെ കാണാത്ത രീതിയിലുള്ള ഒരു വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസ്ഥയിൽ പാലക്കാട് കാണും. അതാണ് നമ്മൾ ഈ കൊട്ടിക്കലാശത്തിലൂടെ കണ്ടത്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൊട്ടിക്കലാശങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത രീതിയിൽ അവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു പാലക്കാട് നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ NDAയുടെ കൊട്ടിക്കലാശം നമ്മൾ കാണുന്നത്. NDAയുടെ സകലവിധ നേതാക്കന്മാരും ഇതിനു മുന്നിൽ അണിനിരന്നു, നടു റോഡിലൂടെ നടന്നിരുന്നു, ബൈക്കിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ നോക്കുക, സടകുടഞ്ഞെഴുന്നേറ്റ സംഘപരിവാറിന്റെ ചുളക്കുട്ടികളുടെ വരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1921 ജനതയല്ല 2024 എന്ന് ഇവിടുത്തെ ചുവപ്പ് ജിഹാദി മാധ്യമങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അക്രമങ്ങൾ ഭാരതത്തിൽ ഉണ്ടാവില്ല, കേരളത്തിൽ ഉണ്ടാവില്ല എന്ന ഒരു തിരിച്ചറിവ് ഇവിടുത്തെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രീനിവാസനും രഞ്ജിത്തുമൊക്കെ എന്താണ് ചെയ്തിരുന്നത് എന്ന് ഇവിടുത്തെ പാലക്കാട്ടുകാർക്ക് അറിയാം. ശ്രീനിവാസൻ മൂത്താന്തറയിലെ പ്രധാനപ്പെട്ട ഒരു സംഘ പ്രവർത്തകരായിരുന്നു. നിസ്വാർത്ഥത ഇവിടുത്തെ സമൂഹത്തിനറിയാം. മൂത്താന്തറയിലെയും പാലക്കാടെയും സമീപ പ്രദേശങ്ങളും അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും. അതൊന്നും അറിയാൻ സാധിക്കാത്ത ഈ സന്ദീപ് വാര്യർ അങ്ങോട്ട് ചൊറിഞ്ഞ് മറ്റുള്ള പാളയത്തിലേക്ക് ചേക്കേറിയ
അങ്ങ് പൊഴിഞ്ഞു വീഴുന്നതൊന്നുമല്ല ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. വഖഫ് അധിനിവേശം കേരളത്തിലെ കാർന്നു തിന്നുമ്പോൾ അതിനെതിരെ പ്രസംഗിച്ച, അതിനെതിരെ ചാനൽ ചർച്ചയിൽ മുന്നോട്ട് വന്ന ഈ സന്ദീപ് വാര്യർ വഖഫിനെ കുറിച്ച് ഇനി എന്താണ് പറയുക? പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നിഷ്പ്രമാണ്. ഏതൊരു ചിന്തകനും, ഏതൊരു ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊണ്ട വ്യക്തികൾക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹത്തെ സ്വീകരിച്ച വ്യക്തിത്വങ്ങൾക്ക്, പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ പാമ്പിനെയാണ് നിങ്ങൾ കഴുത്തിലടഞ്ഞിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാകും. അതാണ് ഈ വൈകിയ വേളയിൽ നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇനിയൊരു അംഗത്തിന് കാത്തു നിൽക്കാൻ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സമയമില്ല. പാലക്കാട് വിജയിച്ചേ പറ്റൂ. പാലക്കാടിൻ്റെ അടിത്തറ കൃത്യമായി അളന്ന് നിശ്ചയിച്ച് ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരുടെ ഓരോ വീടുകൾ തോറും നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ചിന്തിക്കുക. പാലക്കാട് ഏകദേശം 7000-ൻ്റെ അടുത്ത് ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. മുനമ്പത്തെയും വഖഫിൻ്റെയും അധിനിവേശത്തിൻ്റെ ആ ഭീകരതയെക്കുറിച്ച് കൃത്യമായി ഒരുപക്ഷെ ഹൈന്ദവ സുഹൃത്തുക്കളെക്കാളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുക ക്രൈസ്തവ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. കാരണം കുറച്ചും കൂടി ചിട്ടയായ മതബോധനങ്ങളും അതിനോട് ബന്ധപ്പെട്ട സ്റ്റഡി ക്ലാസ്സുകളൊക്കെയുള്ള ആ വിഭാഗം മാറി ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഒരിക്കൽ പോലും അന്യരല്ല എന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവിടുത്തെ മലയാള മാധ്യമക്കാർ, അതുപോലെ തന്നെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കും, ഏതൊരു മാധ്യമ പ്രവർത്തകരും, ഏതൊരു ചിന്തകർക്കും മനസ്സിലാകും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. പാലക്കാട് വരാൻ പോകുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ദിശ തന്നെ മാറ്റാനുള്ള സാഹചര്യമുണ്ട്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ഒരു ഒന്നിച്ചു കൊണ്ടുള്ള ഒരു പ്രചണ്ഡ പ്രചരണം. ശോഭാ സുരേന്ദ്രനൊക്കെ ഓരോ വാർഡുകളിലും അവർ ഓരോ ബൂത്തിലും കൃത്യമായ രീതിയിലെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അവർ ഈ ഇലക്ഷനിൽ ഇവിടെ സജീവമായിരുന്നുള്ളത്. സ്ത്രീകളുടെയും അതുപോലെ തന്നെ യുവാക്കന്മാരുടെയും അതുപോലെ തന്നെ മറ്റു സാമുദായിക സംഘടനകളുടെയൊക്കെ കൃത്യമായ ബോധനം, അവർക്കൊക്കെ കൃത്യമായി ബോധനം നൽകിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അത് ഈ ഇലക്ഷനെ ബാധിക്കും. ആ ഇലക്ഷനെ കോൺഗ്രസിനെതിരായും ഈ ഇലക്ഷന് സരിനെതിരുമൊക്കെ ഈ ഇലക്ഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാറിനെയൊക്കെ, പ്രത്യേകിച്ച് മോദിയുമൊക്കെ ചൊറിഞ്ഞു പോയിട്ടുള്ള ഈ പറയുന്ന സന്ദീപ് വാര്യർ തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കാൻ അധിക ദിവസം വേണ്ടി വരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, സന്ദീപ് വാര്യർ കൃത്യമായ അജണ്ട നിശ്ചയിച്ചും അവന് വേണ്ട ലാഭം നിശ്ചയിച്ചുമാണ് ആ വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലുമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ബാലൻജി പറയുകയുണ്ടായി, എത്രയോ പൈസ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്, സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് കൊടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അങ്ങ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. കോൺഗ്രസിലേക്ക് ചേക്കേറിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ഈ വരുന്ന ഇലക്ഷൻ, ഈ വരുന്ന കൊട്ടിക്കലാശം, ഈ കഴിഞ്ഞ കൊട്ടിക്കലാശമൊക്കെ നമുക്ക് ഒരു സൂചന നൽകുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിൽ കവിഞ്ഞൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ പരിവാർ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും യാതൊരു തരത്തിലുള്ള സംശയവും ഇട നൽകാത്ത രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണവും അവരുടേതായ കഴിവുകളും ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കും. ഒരൊറ്റ വോട്ട് പോലും പെട്ടിയിൽ വീഴാതിരിക്കില്ല എന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും പാലക്കാട് കേരളത്തിന് വേണ്ടി ദേശീയതയെ സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ വിജയിക്കുമെന്നതിൽ കൃത്യമായ ഒരു സൂചന നൽകിക്കൊണ്ടാണ് കൊട്ടിക്കലാശം അവസാനിച്ചിട്ടുള്ളതെന്ന് പത്രദ്വാരയും TV യിലൂടെയും കണ്ട് എല്ലാവർക്കും മനസ്സിലാകും. നന്ദി, നമസ്കാരം.